കല്യാണം കഴിക്കുന്ന കാര്യത്തിലും സ്വതന്ത്രമായ ഒരു തീരുമാനം കുട്ടികളുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എത്രത്തോളമാണ്? അത് കുടുംബജീവിതത്തിൽ കൂടുതൽ ഗുണകരമായിട്ടാണോ വരുന്നത്? അതല്ല അത് ഈ സ്വാതന്ത്ര്യം അവരത് ഒഴിവാക്കുന്നിടത്തും ഉണ്ടാവുന്നുണ്ടോ? ഇത് ഏതായാലും ജീവിക്കേണ്ടത് ഇവർ രണ്ടുപേരുമാണ്. ഇവർ തമ്മിലുണ്ടാവുന്ന പ്രണയമാണ് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ലവ് മാരേജിന് മുമ്പുള്ള പ്രണയം അതുപോലെ ശേഷം കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിപ്പം ലവ് ആയാലും ഇതായാലും ചിലരുടെ ക്യാരക്ടർ മാറും. ചിലപ്പം പ്രണയിക്കുന്ന സമയത്തുള്ള ക്യാരക്ടർ ആയിരിക്കില്ല ലൈഫിലേക്ക് വരുമ്പോൾ. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലർക്ക് പ്രശ്നമായി വരാറുണ്ട്. നമ്മൾ എന്താണോ അതുപോലെ പ്രണയിച്ചവർക്കാണെങ്കിൽ അവർ ലൈഫിലേക്ക് വരുമ്പോഴും ഓക്കെ അതുപോലെയൊക്കെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പം ഇന്നത് നല്ലത് മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചുകൂടെ നല്ലതായിരിക്കും അവരൊരാളെ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റുന്ന ഒരു ക്യാരക്ടറിനാണല്ലോ അവർ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെയും ഇതാണ്, അവർക്കത് അതിന് ശേഷം പ്രണയം കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. ആ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്തുള്ള സാധനം കല്യാണത്തിന് മുമ്പേ തീർന്നു പോയാൽ പിന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ആ പ്രണയം കല്യാണത്തിന് ശേഷം ഉണ്ടെങ്കിൽ അത് ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റും.